ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ലിവർപൂളിലാണിട്ടുള്ളത്, തടിയൻ്റെ വീട്ടിൽ. ഞങ്ങൾ പുറത്ത് പോവുകയാണ്. ഇവിടെ നല്ല തണുപ്പാട്ടാ. ജാക്കറ്റ് ഒന്നും ഇടാണ്ട് മൂന്നെണ്ണം ഇറങ്ങിയിരിക്കാം. നല്ല വെയിലാ, പക്ഷെ വിറച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ തടിയൻ ജോലിക്ക് പോയ തക്കത്തിനെ ചാടിയതാണ് കേട്ടോ. രാവിലെ ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 4 മണി കഴിഞ്ഞ് കേസ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് ഫുഡിലേക്കാണ് കേട്ടോ. അവിടെ നല്ല ചായ കിട്ടും, ചൂട് ഉഴുന്ന് വട, പരിപ്പ് വട, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്, സ്നാക്സ്. നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോണത്. ചായ സ്നാക്സ് ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് തൊട്ടടുത്തുള്ള പാർക്കിലേക്കായിരുന്നു കേട്ടോ. അടിപൊളി പാർക്കാണ്, നല്ല പീസ്ഫുൾ, നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു നേരെ തടിയൻ്റെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഇതാണ് തടിയൻ്റെ ഹോസ്പിറ്റല്. ഇത് ചർച്ചാണോ ബാക്കിൽ? സമയം 7 മണിയായി ഗൈസ്. നല്ല വെയിലാ. ഞങ്ങൾ തടിയനെ കൂട്ടാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. 7 മണിയായി, രാത്രി 7 മണിയായി. അതെ, രാത്രി 7 മണിയാന്ന് കണ്ടാ പറയും. സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞ സ്ട്രോങ് ലേഡിയാണ്. അയ്യോ, ഇവിടെ മൊക്കെ ചോദ തുടങ്ങി വരുന്നുണ്ട് ഗൈസ്. വന്നപ്പോ തന്നെ തീറ്റ തുടങ്ങി ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇക്കായ്സിലേക്കാണ് കേട്ടോ നടക്കുന്നത്. ഞങ്ങൾ അവിടെ നേരത്തെ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പോണ വഴി ഒരു ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി. വെറുതെ ഒന്നും മേടിക്കാനില്ലെങ്കിലും ഇങ്ങനെ കയറി കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇവിടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയാലും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇറങ്ങി ഗൈസ്. നിങ്ങളിത് കാണുക. ഇതിപ്പോ ഞാൻ താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുടിയൊക്കെ കേടാം. നല്ല തണുപ്പുണ്ട്. നല്ല കാറ്റ്. അപ്പോൾ ഇതാണ് യുകെയിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. വെയിൽ കണ്ടപ്പോൾ 3 എണ്ണം ജാക്കറ്റൊന്നും എടുക്കാണ്ട് ചാടിത്തുള്ളി പുറപ്പെട്ടതാണ്. പക്ഷെ തണുത്ത് വരച്ചിട്ട് വയ്യായിരുന്നു. അത് കൊള്ളായിരുന്നു. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലിവർപൂളിൽ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ഫുള്ളായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നില്ല ഇരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. സ്റ്റിക്കർ കളയാണ്ടാണ് കേസ്. ഒരാൾ ഗ്ലാസ് വെച്ച് നടന്നിരുന്നു. ഭാഗ്യ വള്ളി കട്ട് ചെയ്തോളാം. ഞങ്ങൾ മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞത് ചിക്കൻ പൊട്ടിത്തെറിച്ചത്, സുലൈമാനി പഴംപൊരി, ഇതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഹണി പ്രോൺസ്. എനിക്ക് തെല്ലും കഷ്ണം അവിടെ. അങ്ങനെ വേണം ഭർത്താക്കന്മാരായി കഴിഞ്ഞാ. തടിച്ചു വയ്യാണ്ട്. പിന്നെ ബീഫിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പഴംപൊരി. അതെ. പിന്നെ ഞാൻ വന്നു ബീഫ് ഡ്രൈ ഫ്രൈ വന്നു, ആലപ്പുഴ ചിക്കൻ എല്ലാം വന്നു. അവസാനം ബില്ലും വന്നു ഗൈസ്. ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് കഴിച്ച ചിക്കൻ പൊട്ടിത്തെറിച്ചതിൻ്റെ അത്ര എത്തിയില്ലെങ്കിലും
ഈ BDF അത്ര മോശമൊന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷെ ഇതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത് ആലപ്പുഴ ചിക്കൻ കറിയും പുട്ടും തന്നെയായിരുന്നു കേട്ടോ. അതൊരു സൂപ്പർ കോംബോ ആയിരുന്നു. അപ്പത്തിൻ്റെ ഒപ്പമായിരുന്നെങ്കിൽ പിന്നെ പറയണ്ട. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴേക്കും അപ്പം തീർന്നു പോയി. വായ നോക്കണേല് ചെറിയിട്ടോണ്ടിരിക്കുന്നതടി. ദയ്യാണ്ടായ ബിപി ദയ്യാണ്ടായ തിന്ന് തളർന്നു പോയിന്ന്. എല്ലാം എങ്ങനെയൊക്കെയോ ഒരുവിധം കഴിച്ച് തീർത്തപ്പോഴാണ് ബിരിയാണിയുടെ വരവ്. ലാസ്റ്റ് ഇതിപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്നായി ഞങ്ങൾ. അവസാനം ബിരിയാണി പാഴ്സൽ ചെയ്തു. ഇവിടെ പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ 2 പ്ലേറ്റ് കൊണ്ടുവന്ന് തരും കേട്ടോ. നമ്മൾ തന്നെയാണ് പാഴ്സൽ ചെയ്യേണ്ടത്. ഒരു ബിരിയാണി പറഞ്ഞിട്ട് ഇപ്പോൾ 2 പ്ലേറ്റിലേക്കുള്ള ബിരിയാണി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അവിടുത്തെ ബിരിയാണി. ബില്ല് കിട്ടിയ തരുന്നില്ല. ബില്ലില്ല ചേച്ചി. താങ്ക് യു. ഞങ്ങള് ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു തരിക? വയറ് നിറഞ്ഞു. ഫുള്ളായി വയറ്. വീടെത്തി ഗൈസ്.